യേശുക്രിസ്തു എന്തെല്ലാം ചെയ്തു? It was only what was being done in heaven. അത് ആ സ്വർഗ്ഗത്തിൽ ചെയ്ത കാര്യങ്ങൾ മാത്രമാണ്. And whatever we are doing here today, നാം ഇവിടെ ഭൂമിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ, it should be the same thing that heaven is actually willing. അത് സ്വർഗ്ഗം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കണം. In the book of Ephesians again we read like this. എഫേസ്യ ലേഖനത്തിൽ വീണ്ടും നാം ഇങ്ങനെ വായിക്കുന്നു. Chapter 2 and verse 10. രണ്ടാം അധ്യായം 10-ാം വാക്യം. We are the workmanship of God, created to do the good things which he prepared in advance for us to do. നാം ക്രിസ്തുയേശുവിൽ സൽപ്രവൃത്തികൾക്കായിട്ട് മുമ്പേ കൂട്ടി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. We are created for a specific purpose. നാം പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. Which was decreed by heaven. അത് സ്വർഗ്ഗം തന്നെ മുൻപേ തീരുമാനിച്ചതാണ്. Yes, the Father loves the Son and all things he does all the things what the Father does. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുന്നു. പിതാവ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പുത്രൻ ചെയ്യുന്നു. Thirdly, മൂന്നാമതായിട്ട് in John's Gospel chapter 10 and verse 17, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ, the Lord Jesus says, the Father loves me because I lay down my life to take it again. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. One of the greatest ministry that the Lord Jesus Christ accomplished here on the earth, ഈ ഭൂമിയുടെ മുഖത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പൂർത്തീകരിച്ച ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് laying his life. തന്റെ ജീവനെ കൊടുക്കുക. He says there I have the authority to lay it and to take it back. എന്റെ ജീവനെ കൊടുക്കുവാൻ തിരിച്ചെടുക്കുവാൻ എനിക്ക് അധികാരമുണ്ടെന്ന് ക്രിസ്തു പറയുന്നു. There are two things that man does not have the right. രണ്ട് കാര്യങ്ങൾക്ക് മനുഷ്യന് അധികാരമില്ല. To give life, ജീവനെ കൊടുക്കുക, and to take life. ജീവനെ എടുക്കുക, take it back. അതിനെ തിരിച്ചെടുക്കുക. Unless God decrees, nothing happens. ദൈവം പറയാതെ കാര്യങ്ങൾ സംഭവിക്കുകയില്ല. It is God who does that. അത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. And the Lord Jesus says, യേശുക്രിസ്തു പറയുന്നു, I have the right to lay it, I have the right to take it. എനിക്ക് കൊടുക്കുവാനും എനിക്ക് എടുക്കുവാനുമുള്ള അധികാരമുണ്ട്. He is none other than God himself. കാരണം അത് യേശുക്രിസ്തു ദൈവമാണ്. Being God, അവൻ ദൈവമായിരിക്കെ he died on the cross of Calvary. അവൻ കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു. Therefore he has manifested the love of God to mankind. അതുകൊണ്ട് ദൈവ സ്നേഹം മനുഷ്യവർഗത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. Yes, the Father loves me because I lay down my life. ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നതുകൊണ്ട് ആ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. You and me are calling ourselves as the sons of God only because he died there. അവൻ കാൽവരിയിലെ ക്രൂശിൽ മരിച്ചതുകൊണ്ടാണ് നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നത്. If the Lord Jesus would not have died, യേശുക്രിസ്തു മരിച്ചില്ലായിരുന്നെങ്കിൽ, beloved, we would not have any hope. നമുക്കൊരു പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടാകുമായിരുന്നില്ല. So the Father's love to his Son. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുന്നു. Now the third factor that I want to share here, മൂന്നാമത്തെ വസ്തുത ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, the Son's love to his disciples. തന്റെ ശിഷ്യന്മാരോടുള്ള തന്റെ പുത്രന്റെ സ്നേഹം. Or to put it more simple, ഞാൻ വളരെ ലളിതമായി പറയട്ടെ, the Lord's love towards us. ദൈവത്തിന്റെ സ്നേഹം നമ്മോടുള്ളത്. Because the Lord Jesus says, as the Father has loved me, I have loved you. പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. So we saw the love of the Father. നാം പിതാവിന്റെ സ്നേഹം കണ്ടു. We saw the love of the Father to the Son. പിതാവിന് തന്റെ പുത്രനോടുള്ള സ്നേഹം കണ്ടു. And the Lord Jesus says, I have loved you. യേശുക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. The Son's love to his disciples. തന്റെ പുത്രന്റെ സ്നേഹം തന്റെ ശിഷ്യന്മാരോടുള്ളത്. In John's Gospel chapter 17 and verse 23, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ, the Lord Jesus Christ is having an interaction with the Father. പിതാവുമായിട്ടുള്ള തന്റെ ആ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയും. And there he says, അവിടെ താൻ പറയുന്നു, I have loved them as you have loved me. നീ എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും അവരെ സ്നേഹിക്കുന്നു. Remember in chapter 15 and verse 9, 15-ാം അധ്യായം 9-ാം വാക്യത്തിൽ he is talking to the disciples. അവൻ ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ്. As the Father has loved me, I am loving you. പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. And when it comes to chapter 17, എന്നാൽ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ same thing he is telling the Father. അതേ കാര്യം തന്നെ പിതാവിനോട് പറയുകയാണ്. Look, I have done the same thing what I told them. ഞാൻ അവരോട് പറഞ്ഞ കാര്യം തന്നെ ഞാൻ നിന്നോട് പറയുകയാണ്. I have loved them as you have loved me. നീ എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും ഇവരെ സ്നേഹിക്കുന്നു. So it's the same thing that he is communicating to the disciples and to the Father. തന്റെ ശിഷ്യന്മാരോട് താൻ പറഞ്ഞ അതേ കാര്യം തന്നെ പിതാവുമായിട്ട് താൻ പങ്കുവെക്കുകയാണ്. He is doing the same thing. He is going in the same path. അതേ വഴിയിൽ തന്നെ കൂടെ തന്നെ താൻ യാത്ര തുടരുകയാണ്. The love to mankind. ഈ മനുഷ്യവർഗത്തോടുള്ള തന്റെ സ്നേഹം. Or basically when we think about the love, നാം സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, love involves concern. സ്നേഹം എന്ന് പറഞ്ഞാൽ അതിൽ ചിന്തയുണ്ട്. The Lord Jesus had a lot of concern to his disciples. തന്റെ ശിഷ്യന്മാരെ കുറിച്ച് വളരെയധികം ചിന്തയുള്ളവനായ നമ്മുടെ കർത്താവ്, He was always protecting them. അവരെ എപ്പോഴും സംരക്ഷിക്കുന്നു. There is a caring. അതിനകത്തൊരു കരുതലുണ്ട്. He cared for his disciples. തന്റെ ശിഷ്യന്മാരെ അവൻ കരുതുന്നു. There is a comforting.
അതിലൊരു ആശ്വാസമുണ്ട്. He always comforted his disciples. തന്റെ ശിഷ്യന്മാരെ പലപ്പോഴും ആശ്വസിപ്പിച്ചു. There is a counsel. അതിൽ ആലോചനയുണ്ട്. He has always counseled his disciples. തന്റെ ശിഷ്യന്മാരെ പലപ്പോഴും ആലോചന കൊടുത്തു. Whatever has to be done through the love, he did it. ആ സ്നേഹത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവൻ ചെയ്തു. And that is what he is doing with us. അതാണ് ഇന്ന് അവൻ നമ്മോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നത്. He is concerned of us. നമ്മെ കുറിച്ച് അവൻ ചിന്തയുള്ളവനാണ്. He is caring for us. നമുക്ക് വേണ്ടി അവൻ കരുതുന്നു. He is comforting us. നമ്മെ ആശ്വസിപ്പിക്കുന്നു. He is counseling us. നമുക്ക് ആലോചന തരുന്നു. Beloved, every step of our life is ordained by him. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പടികളും അവൻ നടത്തുന്നു. Yes, the son's love to his disciples. തന്റെ പുത്രന്റെ സ്നേഹം തന്റെ ശിഷ്യന്മാരോടുള്ളത് Exactly as the father loved him. എപ്രകാരം പിതാവ് തന്നെ സ്നേഹിച്ചു അപ്രകാരം In തന്നെ. 2 Peter chapter 1 and verse 17. 2 പത്രോസ് 1-ാം 17-ാം വാക്യം വായിക്കുമ്പോൾ Peter is quoting what the voice that came at the time of the baptism of the Lord Jesus. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നാന സമയത്ത് സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന ആ ശബ്ദത്തെ കുറിച്ച് താൻ പിന്നീട് എഴുതുകയാണ്. The father is testifying about his son. പിതാവ് തന്റെ പുത്രനെ കുറിച്ചുള്ള സാക്ഷ്യം പറയുകയാണ്. This is my beloved son. ഇതെന്റെ പ്രിയപുത്രൻ. Beloved means the one whom he loves. പ്രിയപുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവ് സ്നേഹിക്കുന്നവൻ. In him I am well placed. അവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. When the Lord Jesus Christ was on the earth, യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ, as I said, he was born in a very ordinary family. താൻ ജനിച്ചു വളർന്നത് ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു. He was nothing compared to the great people of the world of those days. അന്നത്തെ കാലത്ത് ലോകത്തിലുള്ള വലിയ ആളുകളുമായിട്ട് തന്നെ താരതമ്യം ചെയ്യാൻ കഴിയുകയില്ല. He was the son of an ordinary carpenter. ഒരു സാധാരണക്കാരനായിരിക്കുന്ന തച്ചന്റെ മകനായിരുന്നു. He grew up like an ordinary man. ഒരു സാധാരണ ആളുകളെ പോലെ താൻ വളർത്തപ്പെട്ടു. He was similar to man in everything but for sin. That's what the Bible says. എല്ലാത്തിലും മനുഷ്യന് തുല്യമായിരുന്നു, പാപം ഒഴികെ. But when it came at the threshold of his entrance into the public ministry, എന്നാൽ താൻ പരസ്യ ശുശ്രൂഷയിലേക്ക് കടക്കുന്ന സമയത്ത് there is a voice. ഒരു ശബ്ദമുണ്ടായി. This is my son. ഇവൻ എന്റെ മകൻ. If someone has to look at him and say this is my son, ഇന്ന് ആരെങ്കിലും നോക്കിയിട്ട് പറയാണ് ഇവൻ എന്റെ മകൻ എന്ന് it പറഞ്ഞാൽ has to be none other than the father himself. അത് പിതാവല്ലാതെ വേറെ ആരാണ്? Only a father can look at a person and say this is my son. ഒരു പിതാവിന് മാത്രമേ ആ മകനെ നോക്കിയിട്ട് ഇത് എന്റെ മകൻ എന്ന് പറയാൻ I കഴിയുള്ളൂ. cannot look at somebody and say this is my son. വേറെ ആരെങ്കിലും നോക്കിയിട്ട് ഇത് എന്റെ മകൻ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. I may say he is like my son. ഒരുപക്ഷെ പറയാം എന്റെ മകനെ പോലെയാണ്, I may say she is like my daughter. എന്റെ മകളെ പോലെയാണെന്ന് പറയാൻ But കഴിയും. if I have to say this is my son or my daughter, ഇത് എന്റെ മകനെന്ന് പറയണമെങ്കിൽ he or she must be born to me. അത് ആ കുട്ടി എനിക്ക് ജനിച്ചതായിരിക്കണം. If somebody looks at the Lord Jesus and says this is my son, ആ യേശുക്രിസ്തുവിനെ പോലെയുള്ള ഒരാളെ നോക്കിയിട്ട് പറയുകയാണ് ഇതെന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ it has to be his father. അത് തീർച്ചയായിട്ടും പിതാവ് തന്നെയായിരിക്കണം. The father testifies the son. പിതാവ് പുത്രനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. Beloved, I want to tell you here, ഞാൻ ഇവിടെ ഒരു കാര്യം പ്രിയപ്പെട്ട പറയട്ടെ. until then he was an insignificant man there. ആ സമയം വരെ താൻ അറിയപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു. The son of an ordinary carpenter. ഒരു സാധാരണ തച്ചന്റെ മകനായിരുന്നു. Until John pointed out to him and said, behold the Lamb of God. യോഹന്നാൻ സ്നാപകൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. Till then nobody had significantly noticed him. അതുവരെയും അവനെ ആരും ശ്രദ്ധിച്ചതേയില്ല. The Jewish people would not accept him. യഹൂദന്മാര് അവനെ അംഗീകരിച്ചില്ല. They would not accept him equating himself to God. അവന് ദൈവത്തിന് തുല്യമായിട്ട് ആരും കണ്ടില്ല. But God the Father എന്നാൽ പിതാവായ ദൈവം was not ashamed to publicly testify his son. ആ പൊതുവായിട്ട് പരസ്യമായിട്ട് തന്റെ പുത്രനെ കുറിച്ച് സാക്ഷിക്കുവാൻ ലജ്ജിച്ചില്ല. He is my son. അവൻ എന്റെ മകനാണ്. He belongs to heaven. അവൻ സ്വർഗത്തിന്റെ വകയാണ്. He belongs to the Father in heaven. അവൻ സ്വർഗത്തിലെ പിതാവിന്റെ മകനാണ്. He is related to the God of the Father. ആ സ്വർഗത്തിലെ പിതാവുമായിട്ടുള്ള ബന്ധമുള്ളവനാണ്. God of heaven is well pleased in him. ആ സ്വർഗത്തിലെ ദൈവം തന്നെ പ്രസാദിച്ചിരിക്കുകയാണ്. God confirmed it. അവനെ കുറിച്ച് ഉറപ്പിച്ചു പറയുകയാണ്. The Holy Spirit of God in a visible form came and rested upon him. പരിശുദ്ധാത്മാവ് കാണത്തക്ക നിലയിൽ അവന്റെ മേൽ ആവസിക്കുകയാണ്. Heaven was proud of him. അവന്റെ മേൽ ശക്തി പകരപ്പെട്ടു. His love was declared in public. അവന്റെ സ്നേഹം പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു. And when the Lord Jesus says, അവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, as the Father loved me, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ I have loved you. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. I want to tell you, my beloved, ഞാൻ ഒരു കാര്യം പ്രിയപ്പെട്ടവർ പറയട്ടെ. our Lord Jesus is not ashamed of us. യേശുക്രിസ്തു നമ്മെ കുറിച്ച് ഒരിക്കലും ലജ്ജിക്കുന്നില്ല. He will always testify of us. നമ്മെ കുറിച്ച് അവൻ സാക്ഷ്യം പറയുകയാണ്. My son, എന്റെ മകൻ, my daughter, എന്റെ മകൾ. he is not ashamed of us. നമ്മെ കുറിച്ച് അവൻ ഒരിക്കലും ലജ്ജിക്കുന്നില്ല. Are we ashamed of him? എന്നാൽ അവനെ കുറിച്ച് നാം ലജ്ജിക്കുന്നുണ്ടോ? The Lord Jesus tells one statement here. യേശുക്രിസ്തു ഒരു പ്രസ്താവനയോട് പറയുന്നുണ്ട്. In Luke's Gospel chapter 9 and verse 26. ലൂക്കോസിന്റെ സുവിശേഷം 9:26 വാക്യം. The Son of Man will be ashamed of those who are ashamed of him. മനുഷ്യപുത്രനെ കുറിച്ച്
ashamed of him, those who are ashamed of him. തന്നെ കുറിച്ച് ഏറ്റുപറയുന്നവരെ കുറിച്ച് മനുഷ്യപുത്രനും ലജ്ജിക്കും. If somebody is ashamed of the Lord Jesus, ആരെങ്കിലും യേശുക്രിസ്തുവിനെ കുറിച്ച് ലജ്ജിക്കുന്നുവെങ്കിൽ he says, I'm ashamed of him. യേശുക്രിസ്തു പറയാൻ ഞാൻ അവരെ കുറിച്ച് ലജ്ജിക്കും. Otherwise he is proud of every one of us. അല്ലെങ്കിൽ അവൻ എല്ലാവരെ കുറിച്ചും അവന് ഏറ്റുപറയുവാനേ കഴിയുകയുള്ളൂ. Not that we are perfect in ourselves. നാം നമ്മിൽ തന്നെ പരിപൂർണരല്ല. Not that there is no sin in us. നമ്മിൽ പാപമില്ലെന്നല്ല. We have shortcomings. നമുക്ക് കുറവുകളുണ്ട്. We have human infirmities. നമുക്ക് മാനുഷികമായിരിക്കുന്ന കുറവുകളുണ്ട്. We have sins in us. നമ്മിൽ പാപമുണ്ട്. In spite of all this, എന്നെല്ലാം he ഉണ്ടായിരുന്നിട്ടും is not ashamed to acknowledge us. നമ്മെ അംഗീകരിക്കുവാൻ ഏറ്റുപറയാൻ മടിക്കുന്നില്ല. Yes, he will acknowledge us. അവൻ തീർച്ചയായിട്ടും നമ്മെ ഏറ്റുപറയും. Even before the Father. പിതാവിന്റെ മുമ്പിൽ. Now his ministry is interceding for us at the right hand of the Father. ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് നിന്ന് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. I want to tell you one truth from that. ഞാൻ അതിൽ നിന്നൊരു സത്യം പറയട്ടെ. Our conscience says how many times a day we sin. നമ്മുടെ മനസ്സാക്ഷി എത്രയോ വട്ടം പറയുന്നു നാം പാപം ചെയ്തു എന്ന്. Through our looks, നമ്മുടെ നോട്ടത്തിൽ, through our talks, നമ്മുടെ സംസാരത്തിൽ, through our thoughts, നമ്മുടെ ചിന്തയിൽ, through our deeds, നമ്മുടെ പ്രവൃത്തിയിൽ, every time, എല്ലാ പ്രാവശ്യവും whenever we sin, നാം പാപം ചെയ്യുമ്പോൾ the Son of God is sitting at the right hand of the Father and interceding for us. ഓ ദൈവത്തിന്റെ പുത്രൻ പിതാവിന്റെ വലത്തുഭാഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. He is acknowledging us. അവൻ നമ്മെ അംഗീകരിക്കുന്നു. He is not ashamed of that. അവൻ നമ്മെ കുറിച്ച് ലജ്ജിക്കുന്നില്ല. Beloved, are you ashamed of him? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അവനെ കുറിച്ച് ലജ്ജിക്കുന്നവരാണോ? The Father publicly testified him. പിതാവ് പരസ്യമായിട്ട് തന്റെ പുത്രനെ സാക്ഷിച്ചു. He is testifying us. അവൻ നമ്മെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. Next, when we look about him, വീണ്ടും നാം അവനെ കുറിച്ച് കാണുന്നത് when the Son is towards the end of his life on the earth. യേശുക്രിസ്തു ഈ ഭൂമിയിൽ തന്റെ അവസാന കാലഘട്ടം വരെ. In Matthew's Gospel, chapter 27 and 46, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 46-ാം he വാക്യം. is there on the cross of Calvary. അവൻ കാൽവറിയിലെ ക്രൂശിൽ കിടക്കുമ്പോൾ He shouts, my God, why have you forsaken me? എന്റെ പിതാവേ, പിതാവേ എന്നെ കൈവിട്ടതെന്ന് അവൻ നിലവിളിക്കുന്നു. But there was no